ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം വീണ്ടും പ്രതിസന്ധിയിൽ. മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്കായി വ്യാഴാഴ്ച മാത്രമേ ഡ്രഡ്ജർ എത്തിക്കാനാകൂ എന്ന് അഭിഷേനിയ ഡ്രഡ്ജിംഗ് കമ്പനി അറിയിച്ചു. കാലാവസ്ഥ പ്രതികൂലമാണെന്നും നദിയിൽ പരിശോധന നടത്തിയാൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും കമ്പനി MD റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്ന് നടത്തിയ തിരച്ചിലിൽ പുഴയിൽ നിന്ന് 2 ലോഹഭാഗം കണ്ടെത്തി. കനത്ത മഴ കാരണം ഇന്ന് പലതവണ തിരച്ചിൽ തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഡ്രഡ്ജർ എത്തിക്കാനുള്ള വലിയ പ്രതിസന്ധി എന്താണ് കമ്പനി പറയുന്നത്? ആര്യ, അതായത് ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടി ഈ ജില്ലാ ഭരണകൂടം സമീപിച്ചിട്ടുള്ളത് അഭിഷേനിയ ഡ്രഡ്ജിംഗ് കമ്പനി എന്ന് പറയുന്ന ഗോവയിലുള്ള ഒരു കമ്പനിയാണ്. അതിൻ്റെ MD ആണ് ഇപ്പോൾ റിപ്പോർട്ടറിനോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കമ്പനി MD മഹേന്ദ്ര ഡോങ്ഗ്രയുടെ പ്രതികരണമാണ് റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുള്ളത്. ആഗസ്റ്റ് 22-ന് മാത്രമേ ഈ ഡ്രഡ്ജർ ഇവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും പ്രതികൂലമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് പറയുന്നത് കാലാവസ്ഥയാണ്. ഇന്നൊക്കെ വലിയ തോതിൽ മഴയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഡ്രഡ്ജർ എത്തിക്കുന്നത് വൈകുന്നത് എന്ന കാര്യമാണ് ഈ MD വ്യക്തമാക്കിയിട്ടുള്ളത്. നദിയിൽ പരിശോധന നടത്തിയാൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി കമ്പനി MD വ്യക്തമാക്കുന്നുണ്ട്. തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ഈ പരിശോധന നടത്തി ഇതിൽ ഒരു കൃത്യമായ തോതിൽ തീരുമാനമെടുക്കൂ. നമ്മൾ 2 ദിവസം കൂടി ഒരുപക്ഷെ ഇതിൻ്റെ കൃത്യമായ തോതിൽ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ ഈ ദൗത്യം, അതായത് ഡ്രഡ്ജർ എത്തിക്കുന്ന ഒരു ദൗത്യം വൈകും എന്നുള്ള കാര്യം തന്നെയാണ് ഈ കമ്പനി MDയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ചിട്ടുള്ള കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ വ്യക്തമാക്കിയിട്ടുള്ളത് 4 to 5 ഡേയ്സ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഒരുപക്ഷെ അതിലും വൈകാനുള്ള സാധ്യത, ഒരാഴ്ചയോളം തന്നെ വൈകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ ഈശ്വർ മാൽപ്പയുടെയും നാവികസേന അംഗങ്ങളുടെയും NDRFൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴും ഈ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ സ്പോട്ട് ചെയ്തിട്ടുള്ള 2 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇന്ന് രാവിലെ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ മേഖലയിൽ ഈ കയറിൻ്റെ ഭാഗമായിരുന്നു കണ്ടെത്തിയത്. എന്നാൽ അതിനെ തൊട്ടടുത്തുള്ള ചെറിയ മരക്കഷ്ണങ്ങൾ നീക്കാനായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ ഈശ്വർ മാൽപ്പയും അതുപോലെ തന്നെ നാവികസേനയുടെയും NDRFൻ്റെയും ഒക്കെ സംഘം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് നാവികസേനയ്ക്ക് ഒരു ലോഹഭാഗം ലഭിച്ചത്. ആ നാവികസേന ആ ലോഹഭാഗം ഈ വാഹന ഉടമകളുമൊക്കെ സംസാരിച്ച് അത് ഈ വാഹനത്തിൻ്റെതല്ല എന്നുള്ള ഏകദേശ സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. കാരണം ആ ലഭിച്ചിട്ടുള്ള ലോഹഭാഗത്ത് മഞ്ഞ പെയിൻറ്റ് ദൃശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ലോഹഭാഗം അർജുൻ്റെ വാഹനത്തിൽ ഇല്ല എന്നുള്ളൊരു കാര്യം ഈ ലോറി ഉടമ മനാഫ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഏറെക്കുറെ അത് ഈ വാഹനത്തിൻ്റെതല്ല എന്നുള്ള ഏകദേശമായിട്ടുള്ളൊരു സ്ഥിരീകരണം ലഭിക്കുകയും ചെയ്തു. പക്ഷേ അതിലുപരിയായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭാഗങ്ങൾ ഇതിനകത്തുണ്ടോ എന്നുള്ള പരിശോധനയ്ക്കിടയിലാണ് വീണ്ടും ഒരു ലോഹഭാഗം, അതായത് ഒരു പ്ലേറ്റ് പോലുള്ള ഒരു പ്രതലം, പരന്ന ഒരു പ്രതലം ലഭിക്കുന്നത്. അതിലും സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു മഞ്ഞ പെയിൻറ്റ് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതും ഈ വാഹനത്തിൻ്റെതല്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തി. അതിനുശേഷമാണ് ഈശ്വർ മാൽപ്പ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഈ ദൗത്യത്തിനായി ഇറങ്ങുന്ന സമയത്ത് വലിയ തോതിൽ ഒരു 4 മണിയോടുകൂടി ശക്തമായിട്ടുള്ള ഒരു മഴ പെയ്യുകയും ഈ ദൗത്യം അല്പം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും ഇപ്പോൾ 5 മണിയോടുകൂടി തന്നെ, ഒരു 4:30 തന്നെ ഈശ്വർ മാൽപ്പെ ഈ ദൗത്യത്തിനായി കാലതാമസം ഉണ്ടാകും. വ്യാഴാഴ്ചയോടെ മാത്രമേ ഡ്രഡ്ജർ എത്തിക്കാനാകൂ എന്നാണ് അർജുൻ കല്യാട നൽകുന്ന വിവരം.